ഓക്കെ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ഒരു ആശംസ പറയാനാണ് ഇവിടെ നിൽക്കുന്നത്. ആശംസ പറയാനുള്ള കാരണം, നാളെ ഉച്ചയ്ക്ക് ശേഷം UP സ്കൂൾ ടീച്ചറുടെ PSC പരീക്ഷയാണ്. നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ പോസ്റ്റിംഗ് നടക്കുന്ന ഒരു വിഭാഗമാണ് LP UP സ്കൂൾ ടീച്ചേഴ്സ്. അതിൻ്റെ കാരണം ഈ അടുത്ത കാലത്ത് പൊതുമേഖലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ശക്തിപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നമ്മുടെ സ്കൂളുകളെല്ലാം ഭംഗിയായി കെട്ടുകയും മെച്ചപ്പെട്ട സാഹചര്യങ്ങൾ ഒരുക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് കുട്ടികൾ നമ്മുടെ ഗവൺമെൻറ് മേഖലയിലേക്ക് വന്നു തുടങ്ങി. അപ്പോൾ സ്വാഭാവികമായിട്ട് ഡിവിഷൻ കൂടും, അധ്യാപകരുടെ പോസ്റ്റിംഗ് കൂടും. അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ നൽകുന്ന ഒരു പരീക്ഷയാണ് നാളെ നടക്കാൻ പോകുന്നത്. ലക്ഷക്കണക്കിന് കുട്ടികളാണ് നാളെ പരീക്ഷ എഴുതാൻ പോകുന്നത്. ഭയങ്കര സിവിയർ കോമ്പറ്റീഷനാണ്. കാരണം 1-2 വർഷം പഠിച്ച കുട്ടികളാണ്, പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുത്ത കുട്ടികളാണ് നാളെ പരീക്ഷയ്ക്ക് പോകുന്നത്. നമ്മുടെ ഈ സ്ഥാപനത്തിൽ നിന്ന് ഒരു ബാച്ച് പോകുന്നുണ്ട്. അപ്പോൾ അവർക്കെല്ലാവർക്കും ഞാൻ ആദ്യം ഒരു ആശംസ പറയുകയാണ്. കാരണം ആശംസ പറയുമ്പോഴത്തേക്ക് ഞാൻ പ്രത്യേകിച്ച് പറയാനുള്ളത്, നെഗറ്റീവ് എഴുതരുത്. ചിലപ്പോൾ നമുക്ക് നെഗറ്റീവ് എഴുതാൻ തോന്നും, പക്ഷേ നെഗറ്റീവ് എഴുതരുത്. 2, പഠിച്ചവർക്ക് ഉത്തരം തിളങ്ങും, തീർച്ചയാണ്. ഗുഡ് ബൈ ടു നെഗറ്റീവ്, ഉത്തരം തിളങ്ങും. പിന്നെ ഇത് എൻ്റെ സുഹൃത്തുക്കൾ ഭംഗിയായിട്ട് ഓർമ്മിച്ച് വയ്ക്കണം. പരീക്ഷയ്ക്ക് ഉച്ചയ്ക്ക് ശേഷമാണ് പരീക്ഷ, പക്ഷേ രാവിലെ തന്നെ സ്കൂളിലെത്തണം. അല്പം ആഹാരം കൂടെ എടുക്കുക. എവിടെയെങ്കിലും ഇരുന്ന് ആഹാരമൊക്കെ കഴിച്ചതിന് ശേഷം എല്ലാം കൂടെ ഒന്ന് ഫൈനൽ റൗണ്ട് വായിക്കണം. സൈക്കോളജി വളരെ പ്രത്യേകിച്ച് നോക്കണം. സൈക്കോളജി വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇംഗ്ലീഷ് നിങ്ങൾക്ക് കിട്ടും. കാരണം എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് നമ്മുടെ ഈ 52 ലെസൺസ് നിങ്ങൾ കണ്ടു കാണും. അതുകൊണ്ട് ഇംഗ്ലീഷ് വലിയ പ്രശ്നം വരില്ല. മലയാളം പഴയ ക്ലാസ്സുകളും പിന്നെ പുതിയ ക്ലാസ്സുകളും നിങ്ങൾക്ക് മലയാളത്തിന് സഹായിക്കും. പിന്നെ GK സംബന്ധിച്ച് നമ്മുടെ തുടക്കം മുതലെടുത്ത ക്ലാസ്സുകൾ കിടപ്പുണ്ട്. ഭരണഘടന പ്രത്യേകിച്ചും ഭംഗിയായി നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ചിലപ്പോൾ ഈ പുതിയ നിയമം 2024 ജൂലൈ 1-ാം തീയതി വന്ന പുതിയ നിയമങ്ങളും പഴയ നിയമങ്ങളും തമ്മിൽ ചേർത്തുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അത് നോക്കിക്കൊണ്ട് പോകണം. നോബൽ സമ്മാനവും ഒളിമ്പിക്സ് ഇതൊക്കെ, പിന്നെ നമ്മുടെ സെയ്ദ് വിളകൾ, ഖാരിഫ്, റാബി വിളകൾ, വൈറസ് രോഗങ്ങൾ, ബാക്ടീരിയ രോഗങ്ങൾ, ഇതെല്ലാം സവിസ്തരമായി ഒന്ന് നോക്കിക്കൊണ്ടു. ഇപ്പോഴത്തെ ഇന്ത്യയിലെ 28 സ്റ്റേറ്റിലെ മുഖ്യമന്ത്രിമാർ, തലസ്ഥാനം, ലോകത്ത് നടന്ന പ്രധാനപ്പെട്ട സംഭവങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടെ ഒന്ന് നോക്കിക്കൊണ്ട് പോകണം. അതിനുള്ള സമയം ഇനി ഉണ്ട്. ഇനി നോക്കിയാലും മതി. ചിലപ്പോൾ കിട്ടാൻ സാധ്യതയുള്ള ഒരു പരീക്ഷയാണിത്. പരീക്ഷാ ഹാളിൽ ചെന്നതിന് ശേഷം നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ച് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയ ഉടനെ ക്വസ്റ്റ്യൻ പേപ്പർ 1 മുതൽ 100 വരെ ഒന്ന് കണ്ണോടിക്കുക. അറ്റ് എ ഗ്ലാൻസ് ഒന്ന് കണ്ണോടിക്കുക. കണ്ണോടിച്ചിട്ട് മനസ്സിൽ അപ്പോൾ തന്നെ നിങ്ങൾക്കൊരു ധാരണ വരും, എനിക്കൊരു 70 എണ്ണം ചിലപ്പോൾ കിട്ടാം, അല്ലെങ്കിൽ 75 എണ്ണം കിട്ടാം. നെഗറ്റീവ് എഴുതാതിരുന്നാൽ എനിക്ക് കിട്ടാം. പരീക്ഷ പാടാണെങ്കിൽ തീർച്ചയായിട്ടും നെഗറ്റീവ് ഒന്നിലും ടച്ച് ചെയ്യാൻ പാടില്ല. പരീക്ഷ പ്രയാസമാണെങ്കിൽ ലോജിക്കോടുകൂടി എഴുതിയാൽ കടന്നു കയറാം, തീർച്ചയാണ്. ഇത് പോസ്റ്റ് വളരെ പെട്ടെന്ന് തന്നെ നടക്കുകയും ചെയ്യും. തീർച്ചയാണ്, വളരെ പെട്ടെന്ന് പോസ്റ്റ് നടക്കാൻ പോകുന്ന ഒന്നാണ്. അതുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കൾ വളരെ ശ്രദ്ധിച്ച് ചോദ്യങ്ങളെല്ലാം വായിച്ച് നോക്കി. ചോദ്യങ്ങൾ വായിച്ച് നോക്കുമ്പോഴത്തേക്ക് താഴെ പറയുന്നവയിൽ ബാധകമല്ലാത്തതേത്, ബാധകമാകുന്നതേത്, അങ്ങനെയുള്ളതിൻ്റെ അടിയിൽ വരയിടണം. വരയിട്ടതിന് ശേഷമേ നോക്കാവൂ. മാത്സ് അറിയാമെന്നുള്ളത് പെട്ടെന്ന് ചെയ്യണം, ബുദ്ധിമുട്ടുള്ളത് അവസാനം ചെയ്യണം. ഒരു പകുതി സമയം ആകുമ്പോഴത്തേക്ക് ഏകദേശം ഫസ്റ്റ് റൗണ്ട് കഴിയണം. ഫസ്റ്റ് റൗണ്ട് എന്ന് വെച്ചാൽ 1 മുതൽ 100 വരെയുള്ള ക്വസ്റ്റ്യൻസിൽ എനിക്ക് അറിയാവുന്നുള്ളത് മുഴുവൻ ഞാൻ OMRനകത്ത് ആവാഹിച്ചിട്ടുണ്ട്. അതായിരിക്കണം ലക്ഷ്യം. എനിക്കറിയാവുന്ന ക്വസ്റ്റ്യൻ മുഴുവൻ ഞാൻ എഴുതി കഴിഞ്ഞു. ഇനി രണ്ടാമത് എനിക്ക് അല്പം ചിന്തിക്കാനുള്ളതാണ്. ഒരു ഉദാഹരണത്തിന്, സ്വാതന്ത്ര്യത്തിൻ്റെ എത്രാം വാർഷികത്തിലാണ് 9ാം പഞ്ചവത്സര പദ്ധതി തുടങ്ങി, അതൊക്കെ ഒന്ന് എഴുതി കൂട്ടി നോക്കേണ്ടി വരും. അങ്ങനെ വർക്കൗട്ട് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ അവിടെ കിടക്കട്ടെ. ഒറ്റയടിക്ക് കിട്ടുമെന്നുള്ള എത്ര എണ്ണം നോക്കുക. ഒരു തെറ്റുമില്ലാതെ ഒറ്റയടിക്ക് എത്ര കിട്ടും, അതാദ്യം എൻ്റെ സുഹൃത്തുക്കൾ പരിശോധിക്കണം. ഏറ്റവും മെച്ചപ്പെട്ട സ്കെയിലാണ്. ഒരു ഉദ്യോഗാർത്ഥി, അതായത് ഒരു ചെറുപ്പക്കാരനോ ചെറുപ്പക്കാരിക്കോ കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു ജോലിയാണിത്. പിന്നെ ടീച്ചിങ് ഒരു പാഷനാണ്. ഒരു പക്ഷേ ഒരു ജന്മം നിങ്ങൾക്ക് ലക്ഷക്കണക്കിന് കുട്ടികളുടെ ജീവിതം മാറ്റിമറിക്കാൻ കഴിയും.
അതുകൊണ്ട് ഇതൊരു സുവർണ അവസരമാണ്. എൻ്റെ സുഹൃത്തുക്കൾ ഇത് ഭംഗിയായി വിനിയോഗിച്ച് നല്ലൊരു അധ്യാപകനോ അധ്യാപികയോ ആയി തീർന്ന് ആയിരങ്ങൾക്ക് പ്രചോദനമായി സമൂഹത്തിൽ പേരെടുത്ത ഒരു അധ്യാപകനായി ആ അധ്യാപക പ്രവർത്തനം മാതൃകാപരമാക്കി തീർക്കാൻ നിങ്ങൾക്കെല്ലാവർക്കും കഴിയും. നിങ്ങൾ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളുള്ളവരാണ് നാളെ പരീക്ഷ എഴുതാൻ പോകുന്നവർ. വളരെ മെച്ചമായി പഠിച്ച് നാളെ പരീക്ഷ എഴുതാൻ പോകുന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും 100% വിജയാശംസകൾ നേരുന്നു. നെഗറ്റീവ് എഴുതരുത്, ഉത്തരം തിളങ്ങും. പിന്നെ സിസ്റ്റമാറ്റിക്കായിട്ട് കാര്യങ്ങൾ നടത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.